ഹലോ. ആ ഇത് ജോയി ഡോക്ടർ അല്ലേ? അതെ. ആ ഡോക്ടറെ, ആ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് വിളിക്കുന്നത്. ആ ആ, ഇന്നലെ ക്ലിനിക്കിൽ വന്നായിരുന്നു ഡോക്ടറെ അടുത്ത്. ആ എന്താ? പേര് ഷാജി. ഷാജി. ആ. ആ അന്നാണല്ലേ, എന്താണ് പ്രശ്നം? അത് പിന്നെ ഇന്നലെ ഡോക്ടറെ അടുക്ക വന്നതിന് ശേഷമില്ലേ, ഉം. രാത്രി ഒരു ഇതുമില്ല, അനക്കവും ഇല്ല. ഷാജി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന്റെ വീക്കം കാണിക്കാൻ വന്നല്ലേ? ആ അതന്നെ. ആ ആ ആ ഇപ്പൊ ഓർമ്മ വന്നു. ആ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, വൈഫല്ലേ അല്ലേ? ആ വയസ്സന്നെ. ആ എന്താണ് അനക്കത്തിന് പ്രശ്നം? രാത്രി ഉം. എന്ത് ഞാൻ നോക്കിയിട്ടും ഇത് അനങ്ങുന്നില്ല. എന്തനങ്ങുന്നില്ല? ഡോക്ടർക്ക് അറിയില്ലേ രാത്രി എന്നാ. ഓ, ആ നിങ്ങൾക്ക് സംഭവങ്ങള്. ആ അല്ല, അതിന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത്, അതിനൊന്നും പുറത്ത് നടത്തുന്നു ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞ്. ആ ഉം, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ല രാത്രി പ്രശ്നമില്ലാന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ അതെ ഒന്നിനും? അതെ, അത് ഞാൻ ഇപ്പോഴും അതിനെ പറഞ്ഞത്. രാത്രി നിങ്ങളുടെ ഉണ്ടാവൂല, അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കണ്ടേന്നല്ലോ. അനങ്ങുന്നില്ലേ? ഇല്ല, ഇന്നലെ ഒരു അനക്കവും ഇല്ല. ഞാൻ ആവുന്നതും പരിശ്രമിച്ചു. അപ്പൊ അത് എന്നിട്ട് അത് പുള്ളി എന്ത് പറയുന്നു? പുള്ളി എന്ത് പറയേ, ഞാൻ പലതരത്തിലും നോക്കി, ഒന്നും നിങ്ങളെ ശരിയാകുന്നില്ല. നിങ്ങള് ആ രാത്രിയത്തെ മരുന്ന് കഴിച്ചിട്ടില്ലേ? അത് കൊടുത്തിട്ടില്ലേ? ആ കൊടുത്തിന്. ആ അതിന്റെ ചെറിയൊരു ഇതായിരിക്കും ചിലപ്പോ. അത് വേറൊന്നും വരാൻ ചാൻസ് ഇല്ല, അത് ചെറിയൊരു നീർക്കെട്ടാണ്, അത് ആ മരുന്നിലൂടെ മാറും. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല. അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കാൻ പറ്റുമല്ലോ. അതെ, ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ നോക്കിയത്. അല്ലെങ്കിലും അനക്കിത് 2 ദിവസം കൂടുമ്പോ ഇല്ലാണ്ട് ശരിയാവൂല. അത് ശരി. ആ നിങ്ങൾ ഇതിന്റെ ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ സാധാരണ ആണോ ചെയ്യല്? അതിനേക്കാളൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് കൈകാര്യം ചെയ്താൽ ശരിക്കും നടക്കേണ്ടതാണ് കാര്യങ്ങൾ. അല്ല, ശരിക്കും ചെയ്യുന്നതിനേക്കാളും ആ. ഇന്നലെ ഞാൻ വേറെ കുറെ പല വിധത്തിലും നോക്കി. ഉം. ആ എന്തിട്ട് ഇതിനൊരു അനക്കം വരുന്നില്ല. അയാൾക്ക് ചിലപ്പോ ഇന്നലെ താല്പര്യം ഉണ്ടാവില്ല ഇതിന്റെ രാത്രി, അതുകൊണ്ടായിക്കൂടെ? അതുകൊണ്ടായിരിക്കുമല്ലോ എന്നാലും ഒന്നും അനങ്ങുന്നില്ല പിന്നെ. താല്പര്യത്തിന് അങ്ങനെ കുറവൊന്നും കണ്ടിട്ടില്ലല്ലോ. ആണോ? ഉം. അതിനോടനുബന്ധിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്ത് നോക്കി. അല്ല, അയാൾ ഇങ്ങോട്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. അയാൾക്ക് ഇതിന്റെ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ ഇതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇത് അയാൾ എന്താ പറയുന്നത്, ഇത് അനങ്ങുന്നില്ല എന്ന് പറയുമ്പോ? അനങ്ങുന്നില്ല എന്ന് പറയുമ്പോ ഡോക്ടറെ വിളിച്ച് അതല്ലേ ഞാൻ ചോദിച്ചേ. അല്ല ഇനി ഇത് അതെ, ഇങ്ങനെ ഇനി ആയിപ്പോവോ ഡോക്ടറെ? ചാൻസ് ഇല്ല. അത് അതിന് മാത്രമൊന്നുമില്ല, ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ അവിടെ. അത് നിങ്ങളെ ഈ രാത്രിയത്തെ ഈ പരിപാടിക്കൊന്നും ഒരിക്കലും ബാധിക്കൂല. അതെ, മരുന്ന് ഞാനതല്ലേ. കുടിച്ചാല് ഉം. ശരിയാവണ്ടേ അല്ലല്ലേ? അതെ, മരുന്ന് കുടിച്ചാല് ആ വീക്കൊക്കെ പോകും പിന്നെല്ലാം. അതിന്റെ ഇടയിൽ നിങ്ങളെ ഈ ഒരു സംഭവമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. കാരണം മരുന്നല്ലേ തന്നിട്ടുള്ളൂ. ആ പിന്നെ അല്ല, അത് ശരിക്ക്. ഇന്നലെ വരെ ഒരു പ്രശ്നവും ഇല്ലേനും. ഓ, ഇന്നലെയൊക്കെ നടന്നിട്ടാണോ വന്നത്? ആ ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ക്ലിനിക്കിലേക്ക് വന്നത്? അപ്പൊ ഈ ദിവസം ഇതുമാണ്. ഇന്നലെ കഴിഞ്ഞ പിന്നെ ഒരു 2 ദിവസം റെസ്റ്റ് കൊടുത്തുകൂടെ? അതെ, 2 ദിവസം റെസ്റ്റ് കൊടുക്കാന്ന് വിചാരിക്കാണ്. ഇനിയിപ്പോ റെസ്റ്റ് തന്നെ ആയി പോകുമെന്ന് എനിക്ക് പേടി. ആണോ? അപ്പൊ നിങ്ങൾ അതില്ലാണ്ട് നിക്കുവാന്ന് പറഞ്ഞാല്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അറിയാം, നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരാളായത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം വേണ്ടി വരും അല്ലേ? ഈ 2 ദിവസം ഇല്ലാണ്ടൊന്നും നിൽക്കാൻ പറ്റൂല. ഈ 2 ദിവസം കൂടുമ്പം വേണം. ആ അത് നിങ്ങൾക്ക് പുള്ളിക്ക് എന്തെങ്കിലും ഒരു മടുപ്പ് വന്നത് കൊണ്ടാണോ അതോ? അല്ല, ഞാൻ പറഞ്ഞിനി കാണിക്കാൻ പോകുമ്പോ തന്നെ ഞാൻ പറഞ്ഞതാ, ആ ഇത് കാണിക്കണോന്ന് ചോദിച്ചിനി ഇങ്ങനെ ഉം. പേടിച്ചിട്ട്. അല്ല, അങ്ങനെ അതൊക്കെ പുറത്തുനിന്ന് വെറുതെ പറയുന്നത്. ഇത് ചികിത്സിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കൂല എന്നുള്ളതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇത് ചികിത്സിക്കണം, അല്ലെങ്കിൽ ആണ് ഇതിന് പിന്നെ ഒരിക്കലും ഒന്നും നടക്കാണ്ടായി പോകും. നിങ്ങൾ പിന്നെ വേറെ എന്തെങ്കിലും പണി നോക്കേണ്ടി വരും. അതെയോ? ആ അല്ല, അപ്പൊ ഇപ്പൊ ഇത് ചികിത്സിച്ചിട്ടാണല്ലോ ഇങ്ങനെ ആയത്. അങ്ങനെയായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം മരുന്ന് 2 ദിവസമല്ലേ ആയുള്ളൂ.
ഇന്നലെ ഇവിടെ വന്നതിന് ശേഷമല്ലേ മരുന്ന് കഴിച്ചത്, ഇന്നും കൊടുത്തിട്ടുണ്ടാവും. ആ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ന് രാത്രിയും കൂടി ഒന്ന് നന്നായിട്ട് ട്രൈ ചെയ്യും. നടക്കാണ്ട് നിൽക്കൂല. അതിന് പിന്നെ വേറെ ഞാൻ എന്നാ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഇതിന് ഒരു ഞാനങ്ങനെ പറയാ, ഇതിന് അല്ലാതെ കുറച്ച് രീതിയിലൊക്കെ നോക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്ക്. വേറെ അതൊന്ന് അതൊന്ന് ആ പൊങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ ചെയ്യുക. അറിയാമായിരിക്കുമല്ലോ അല്ലേ? പിന്നെ അതെല്ലാം അറിയുന്നതാണ്. ആ അപ്പൊ അവിടേക്കൊക്കെ നോക്ക്. ഇത് ശരിയാവും. അങ്ങനെ വേറെ പ്രശ്നമൊന്നും വരാനില്ല. നമ്മളിത് പല വിധത്തിലും നോക്കുന്നതാണ്. പക്ഷെ ഇന്ന് കുറച്ചും കൂടി ഇതിൽ നോക്കി. ആ അത് ശരിയാകാതുകൊണ്ട് അപ്പൊ പിന്നെ ഇത് അതിന് ചെറിയൊരനക്കം വരണ്ടേ. നിങ്ങളൊരു കാര്യം, പുള്ളിയെ കൊണ്ട് ഇങ്ങോട്ട് നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുക. അന്നേരമൊക്കെ ചില ആൾക്കാർക്ക് നന്നായിട്ട് ഇത് ആവും. പുള്ളി ഇങ്ങോട്ട് തനിച്ച് ചെയ്യണമെന്ന് വിചാരിക്കാണ്ട് നിങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് വേണ്ടുന്നെല്ലാം ചെയ്യുക. അന്നേരം ഇതങ്ങ് ശരിയാവും. അങ്ങനെയാണ് വരേണ്ടത്. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ. ആണോ? ബാക്കിയെല്ലാം ചെയ്താ? അല്ല, അതും കൂടി ഞാൻ ചെയ്ത് നോക്കട്ടെ എന്നാല്. അതെന്താണ് ഈ ഒന്ന് മാത്രം ബാക്കി ഡോക്ടറോട് എങ്ങനെയാ പറയാ. അപ്പൊ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ കള്ളി. എന്നിട്ട് അല്ല, ഈ പുള്ളിക്ക് പറയുന്നെങ്കിൽ ഒരു ഇതിനോട് ഒരു താല്പര്യം ഇല്ലാതെ പോലത്തെ ഒരു അവസ്ഥയിലൊന്നും അല്ലല്ലോ ഉള്ളേ. താല്പര്യം ഇന്ന് കുറച്ചെന്തോ ഒരു കുറഞ്ഞ പോലെ ഉണ്ട്. എന്നാലും അത്ര അങ്ങനെയൊന്നുമില്ല. അതിന് മുമ്പിൽ നല്ല ഒരു ഉത്സാഹിച്ച് ചെയ്യുന്ന ആളായിരുന്നു. ആണോ? അല്ല, അവിടെ വേദനയൊന്നുമില്ലല്ലോ ഭാഗത്തൊന്നും? വേദനയൊന്നുമില്ല. ഇത് മരുന്ന് കഴിച്ചതിന്റെ ആണോ? അല്ല, അങ്ങനെ അതിന് ബാധിക്കുന്ന രീതിയിലുള്ള മരുന്നൊന്നല്ല കഴിച്ചിട്ടുള്ളത്. അത് അതിന്റെ നീർക്കെട്ട് പോകാനുള്ള മരുന്നാണ്. നിങ്ങള് മിക്കവാറും മറ്റേ ലാസ്റ്റ് ഒരു പരിപാടി ചെയ്ത് നോക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ചിലപ്പോ അങ്ങ് വിജയിക്കും. ഇനി അതും കൂടിയേ ചെയ്യാൻ ബാക്കിയുള്ളൂ. എന്നാൽ അത് നല്ല വൃത്തിയിൽ നന്നായിട്ട് ചെയ്. അധികം പുള്ളിക്ക് എങ്ങനെയൊക്കെയാണോ ഇതിലേക്കൊരു താല്പര്യം വരുന്നുള്ള രീതിയിൽ നല്ല വൃത്തിയിൽ ചെയ്യും. നിങ്ങൾ പറഞ്ഞ ഏതാണ്ട് ഞാൻ ഊഹിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും അല്ലേ? അല്ല, അതും കൂടി ചെയ്തിട്ട് നോക്കാം അല്ലേ ഡോക്ടറെ? അതും കൂടി ചെയ്തിട്ട് പിന്നൊന്ന് നോക്കുക. അതും കൂടി ചെയ്തിട്ട് പിന്നൊന്ന് നോക്കുക. പിന്നെ ഇനി നോക്കാനൊന്നുമില്ല. അല്ല, അങ്ങനെയല്ല, നോക്കാനില്ല എന്നല്ല. നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വേണ്ടുന്നോണ്ട് പറഞ്ഞേ. നോക്കാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങള് ഇത് പുള്ളിയും കൂട്ടി ഒന്നും കൂടി വന്ന് നമുക്കൊന്നും കൂടി നോക്കാം അതെന്താണ് പ്രശ്നമെന്ന്. പിന്നെ ഇനി വേറെ നിങ്ങൾക്ക് വേറെ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങളെ കുഴപ്പം കൊണ്ടായിരിക്കില്ലല്ലോ പുള്ളിക്ക് നിങ്ങളോട് വല്ല ദേഷ്യം അങ്ങനെയൊന്നുമില്ലല്ലോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇത് ചികിത്സിപ്പിച്ചാൽ കുഴപ്പം കൊണ്ടൊന്നുമല്ലല്ലോ പുള്ളിക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവില്ലല്ലോ? നമ്മള് രണ്ടാളും നല്ല ഇതിൽ തന്നെയല്ലേ. പിന്നെ ഇതിനകത്ത് വെച്ചാല് ഇത് പഴയതിന്റെ അത്ര സ്പീഡില് ഇങ്ങോട്ട് വരൂല കേട്ടോ. നിങ്ങൾക്കല്ല, പുള്ളിക്ക് അത് ഈ മരുന്നൊക്കെ കുടിച്ച് കഴിയുന്നവരെ, എപ്പോഴും അല്ല, കുറച്ച് ഈ മരുന്ന് കഴിച്ചത് സെറ്റ് ആകുന്നവരെ പെട്ടെന്ന് പഴയ സ്പീഡ് ഉണ്ടാവൂല, എന്നാലും വരും. വരാണ്ടിരിക്കൂല. അതൊന്നും ഇല്ലാണ്ടെന്ന് എങ്ങനെ ശരിയാവുക? അത് പ്രശ്നമാക്കണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുകയും വരുകയൊക്കെ ചെയ്യും. അന്നേരം പിന്നെ ഇത് ഒന്നും വേറെ ഇതൊന്നും ആവൂലല്ലോ ഡോക്ടറെ? വേറെ ഒന്നും ആവൂല. ഇനി വേറൊന്നും ഒന്നും ആകുന്നില്ല. അങ്ങനെ ഇപ്പൊ ഞാനിവിടെ ഇല്ലേ. നിങ്ങള് നന്നാ ബുദ്ധിമുട്ടാകുമ്പോ നിങ്ങൾ എന്നെ വിളിക്കേ. അതിന്റെ എന്താണെന്ന് പ്രതിവിധിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അയ്യോ ഡോക്ടർ പിന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നോണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം, ആ സമയത്ത് രാത്രി ഒന്ന് എന്നെ വിളിക്കുക. അങ്ങനെ ഒന്നും പറ്റാണ്ടുണ്ടെങ്കിൽ പുള്ളി കാണണ്ട, ഞാൻ പറഞ്ഞുതരാം പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. നിങ്ങള് ഇനി ഒരു പരിപാടി ഒന്നും കൂടി പരീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നന്നായിട്ട് പരീക്ഷിക്കും. ഇല്ലെങ്കിൽ അടുത്ത ഘട്ടം എന്താണെന്ന് ഞാൻ ശരിക്കും പറഞ്ഞുതരാം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മള് മനസ്സറിഞ്ഞ് ചെയ്യുമ്പോ എങ്ങനെ എണീക്കാതെ എണീറ്റ് ഓടും. അതിനൊക്കെയുള്ള പണിയൊക്കെ അതിനുള്ള പണിയൊക്കെ ഉണ്ട്. പണിക്ക് അത് നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ ഞാനത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഉറങ്ങിക്കിടക്കുന്ന ആള് വരെ എഴുന്നേറ്റ് ഓടുന്ന രീതിയിലുള്ള സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ രാത്രി ഡോക്ടറെ വിളിക്കാം അല്ലേ?
ഇതും കൂടി നോക്കി